യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നെസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് മെത്രാന്മാരുടെ ദൗത്യത്തിൽ വിശുദ്ധീകരിക്കുക, നയിക്കുക എന്ന ദൗത്യങ്ങളെക്കുറിച്ചായിരുന്നു. വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ മുഴുവനായി സംസാരിച്ചു, ചിന്തിച്ചു. നയിക്കുക എന്ന ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ആ എപ്പിസോഡ് അവസാനിപ്പിക്കേണ്ടി വന്നത്. നയിക്കുക എന്നുള്ള തുടർന്നുള്ള ചിന്തകൾ ഈ എപ്പിസോഡിൽ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കൂടെ അതിനെ സഹായിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് അച്ഛനെ നിങ്ങളുടെ പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മെത്രാന്മാരുടെ നയിക്കുക എന്ന ദൗത്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചല്ലോ. അതിനെക്കുറിച്ച് തുടർന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇടയന്മാർക്ക് ഉള്ള ഒരു ഉപദേശമാണ്. പത്രോസിൻ്റെ ഉപദേശമാണ്, സഹശ്രേഷ്ഠന്മാർക്ക് നൽകുന്ന ഉപദേശം. എങ്ങനെയാണ് ഇടയ ദൗത്യം നിർവഹിക്കേണ്ടത് അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഇടയ ദൗത്യം യേശുക്രിസ്തുവിൻ്റെ മാതൃകയിലാണ് നിർവഹിക്കേണ്ടതെന്ന് സുവിശേഷങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ നല്ല ഇടയനാകുന്നു. അപ്പോൾ ഈ നല്ല ഇടയൻ സ്നേഹവും കരുണയും കരുതലും പ്രകടിപ്പിക്കുന്ന ഒരു ഇടയനാണ്. ആടുകളോട് സ്നേഹവും കരുണയും കരുതലും. ഏറ്റവും വലിയ സ്നേഹപ്രകടനം എന്ന് പറയുന്നത് ജീവൻ ബലികെടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന, കരുതൽ കാണിക്കുന്ന ഇടയനാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. അപ്പോൾ ഇതാണ് ഇടയന്മാർക്കുള്ളൊരു മാതൃക. യേശുക്രിസ്തുവിൻ്റെ മാതൃകയാണ്. ഈ മാതൃകയാണ് വാസ്തവത്തിൽ ആടുകൾ മനസ്സിലാക്കേണ്ടത് ഇടയന്മാരിലൂടെ. അത് മെത്രാന്മാരിലൂടെയാണെങ്കിലും വൈദികരിലൂടെയാണെങ്കിലും മനസ്സിലാക്കേണ്ടത് നല്ല ഇടയൻ്റെ മാതൃക പിഞ്ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അനുസരിച്ച് ജീവിക്കുന്ന അവർക്ക് കർത്താവ് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. പത്രോസ്ലീഹ അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, അപ്പോൾ ഇടയന്മാരെന്ന് പറയുമ്പോൾ പതിവിലെ ആൾക്കാർ അധികാരി എന്നുള്ള അർത്ഥത്തിലാണ് വെക്കുന്നത്. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോഴേ ഇതിങ്ങനെ നല്ല ഇടയനായിട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു മഹത്വത്തിൻ്റെ കിരീടമുണ്ട്. അത് മുമ്പിൽ കണ്ടുകൊണ്ട്, നിത്യജീവൻ മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഇപ്രകാരം വർത്തിക്കണം എന്നാണ് പറയുന്നത്. പൗലോസ്ലീഹ തിമോത്തിക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലും ഇതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു ഇടയൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതായത് ശ്രേഷ്ഠൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അതിൽ 15-ാമത്തെ വാക്യം, ഈ കർത്തവ്യങ്ങളെല്ലാം നീ അനുഷ്ഠിക്കുക, അവയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യുക. അങ്ങനെ എല്ലാവരും നിൻ്റെ പുരോഗതി കാണാൻ ഇടയാകട്ടെ. നിന്നെക്കുറിച്ചും നിൻ്റെ പ്രബോധനത്തെക്കുറിച്ചും ശ്രദ്ധിക്കുക, അവയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി നീ നിന്നെ തന്നെയും നിൻ്റെ ശ്രോതാക്കളെയും രക്ഷിക്കും. നമ്മുടെ ശുശ്രൂഷ വഴി മറ്റുള്ളവരെ രക്ഷിക്കണം, അതോടൊപ്പം തന്നെ സ്വയം രക്ഷയുടെ അനുഭവത്തിലേക്ക് രക്ഷ പ്രാപിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഇടയ ദൗത്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. സ്നേഹ ശുശ്രൂഷയാണ് ഇതിൻ്റെ. ആടുകളെ അറിയുക എന്നാണ്. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭാഷ ഉപയോഗിച്ചാൽ ആടുകളുടെ ചൂരറിയുന്ന ഇടയനായിരിക്കുക. തീർച്ചയായും അതാണ്. അങ്ങനെയുള്ള എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഒരു പ്രസക്തമായ ചോദ്യം. അതുകൊണ്ടാണല്ലോ കൂടെ കൂടെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പറയുന്നൊരു കാര്യം. വിശുദ്ധ യോഹന്നാൻ്റെ ലേഖനത്തിലും ഒക്കെ നമ്മൾ കാണുന്ന സ്നേഹിക്കുക എന്ന കൂടെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു കാര്യം. അത് ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം അതിൻ്റെ പ്രാധാന്യവും അതോടൊപ്പം തന്നെ ആ പ്രാധാന്യം അനുസരിച്ച് മനുഷ്യർ ജീവിക്കുന്നതിലുള്ള പരാജയപ്പെടലുകൊണ്ട് കൂടുതൽ ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പം ഇതിൻ്റെ ആടുകളുടെ ചൂരറിയുന്ന ഇടയൻ
എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇടയൻ്റെ ശബ്ദമേ ആളുകൾ കേൾക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വരം തിരിച്ചറിയണം. സ്വരം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആടുകളുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടായിരിക്കണം. യേശു പറയുന്ന അങ്ങനെയാണല്ലോ, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം തിരിച്ചറിയും. ആണ്, എൻ്റെ ആടുകളുടെ സ്വരം തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നമ്മൾ അനുസരണത്തെക്കുറിച്ചൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ അനുസരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആരനുസരിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നുവോ അവരോടൊരു ബന്ധം വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ അനുസരണത്തിന് പ്രേരിപ്പിക്കുന്ന. അതുകൊണ്ടാണ് സന്മാതൃക നൽകണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം. ജീവിതത്തിൻ്റെ ആധികാരികത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൻ്റെ അത് എല്ലാവരുടെയും കാര്യത്തിൽ, മാതാപിതാക്കന്മാരുടെ കാര്യത്തിൽ, മാതാപിതാക്കന്മാരുടെ എന്നുള്ള അധ്യാപകരുടെ കാര്യത്തിൽ, ഏത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ധാർമ്മികമായിട്ടുള്ള ചില ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ചില വ്യക്തികളുണ്ട്. മാതാപിതാക്കന്മാർ, അധ്യാപകർ, വൈദികർ, സന്യസ്തർ, ഇങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ ശബ്ദം കേൾക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ആധികാരികത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ വെറും പ്രസംഗമായി പോകുമെന്നുള്ളതാണ്. സമർപ്പണമില്ലാത്ത പ്രസംഗമായി പോകുമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇടയന്മാരൊക്കെ അതായത് വഴിതെറ്റിപ്പോകാതെ അതും കേൾക്കാനുണ്ട്. സംരക്ഷണം ഈ അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ ഈ ഇടയന്മാരുടെ അജപാലന ദൗത്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുമ്പോൾ അദ്ദേഹം അവർ വലിയൊരു ഓർമ്മപ്പെടുത്തലൂടെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതീവ ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നുണ്ട്. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗരൂകതയുള്ളവരായിരിക്കും. അതെ, ജാഗരൂകതയുള്ളവരായിരിക്കും. അതുകൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് വിശ്വാസികളുടെ സമൂഹത്തിൽ നുഴഞ്ഞു കയറുന്ന വ്യാജ പ്രബോധകരുണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വാസ്തവത്തിൽ ഇന്ന് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. കാരണം കത്തോലിക്ക സഭയിൽ പരമ്പരാഗതമായിട്ട് നിലവിൽ നിന്നിരുന്ന അനേകം പല കുടുംബങ്ങളും സഭ വിട്ടു പോകാൻ പെന്തക്കോസ്ത പോലെയുള്ള സഭയിലേക്കൊക്കെ പോകാനിടയായിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് അവർക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടാത്തത് കൊണ്ടോ അവർ കേൾക്കാൻ സമയമില്ലാത്തത് കൊണ്ടോ ഈ ഇടയന്മാരുടെ ശ്രദ്ധ അവിടെ പതിയാത്തത് കൊണ്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. അത് തീർച്ചയായിട്ടും അത് വേണ്ടത്ര ശ്രദ്ധ, അതായത് ഓരോ കുടുംബത്തെയും പ്രത്യേകിച്ച് അത് അഭിമന്യ പിതാക്കന്മാർക്ക് ചിലപ്പം പറ്റിയെന്ന് വരികയല്ല. ഈ ഇടവകയിലെ വികാരിയച്ചന്മാർക്ക്, ഇടവക വൈദികർക്ക് തങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആടുകളുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടതാണ്. അവർ വ്യക്തിപരമായിട്ട് അറിയേണ്ടതാണ്. വസ്തുത്തിൽ അറിയണം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, അപ്പോൾ ആ പ്രശ്നങ്ങളിൽ സഭയ്ക്ക് എന്ത് ചെയ്യാനായിട്ട്, ഇത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇക്കാര്യമൊക്കെ നമ്മൾ അറിയേണ്ടതാണ് വസ്തുത്തിൽ. അപ്പോൾ ഇത് ആടുകളെ അറിയുന്ന ഇടയന്മാർ. ഈ അടുത്ത നാളിൽ ഞാൻ ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. ഇരിങ്ങാലക്കുട രൂപതയുടെ അഭിമന്യ പിതാവ് പോളി കണ്ണൂക്കാടൻ പിതാവ് ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യം തുടങ്ങിയിട്ടുണ്ട്. ബുദ്ധിമുട്ടുള്ള ഒരു ദൗത്യം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇടവകയിൽ ഞാൻ അറിഞ്ഞെടുത്തുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രൂപതയിൽ 56,000 കത്തോലിക്ക കുടുംബങ്ങളുണ്ട്. അദ്ദേഹം ഓരോ കത്തോലിക്ക കുടുംബത്തിലും സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ കേട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ വലിയൊരു, എനിക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. എങ്കിൽ പോലും അതിന് വർഷങ്ങളെടുക്കുമായിരിക്കാം, ഏതാനും വർഷങ്ങളെങ്കിലും എടുക്കുമായിരിക്കാം. എങ്കിലും അദ്ദേഹം തുടക്കമിട്ടു. അല്ല, ഒരു നല്ല സംരംഭമാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇടവകയിലെ അച്ഛന്മാർക്ക് ഇത് അറിയേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇടയനും ആടുകളും തമ്മിൽ ഒരു അടുപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യതിചലനത്തിൽ കുറവ് തീർച്ചയായിട്ടും ഉണ്ടാകും. അച്ഛനിത് പറയുമ്പോൾ അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഒരു അനുഭവം ഇപ്പോൾ വരാപ്പുഴ അതിരൂപതയിൽ, അന്ന് അവിഭക്ത വരാപ്പുഴ അതിരൂപത, കോട്ടപ്പുറം രൂപത തിരിയുന്നതിന് മുമ്പ്, ഞാനൊക്കെ ചെറുപ്പമാണ് അന്ന് മെത്രാപ്പോലിത്തയായിരുന്ന ജോസഫ് അട്ടിപ്പേറ്റി പിതാവ് അതിരൂപതയുടെ കീഴിലുള്ള എല്ലാ കുടുംബങ്ങളിലും കയറിയിറങ്ങി. അദ്ദേഹം 10-40 വർഷത്തോളം രൂപതയെ ഭരിച്ച കാലഘട്ടത്തിൽ ഞാൻ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ അദ്ദേഹം വന്നതായിട്ട് ഓർക്കുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെയുള്ള ആർക്കും പ്രചോദനം ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷെ ഇപ്പോൾ കണ്ണൂക്കാടൻ പിതാവിന് ഉണ്ടായ ഒരു പ്രചോദനം ഒരു വലിയ ഒരു പ്രോത്സാഹനമായിരിക്കട്ടെ. അപ്പോൾ അത് എല്ലാ അഭിമന്യ പിതാക്കന്മാർക്കും ഒരു പക്ഷേ സാധിച്ചെന്ന് വരികയില്ലായിരിക്കും. എങ്കിലും ഇടവക വികാരിയച്ഛൻ, ഇടവകയിലെ മറ്റ് സഹായികളായിട്ടുള്ള വൈദികർക്കും ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെയുള്ളൊരു കാര്യത്തെക്കുറിച്ച്. ഒരു പക്ഷേ ഒരു നല്ല പ്രേരണ മറ്റുള്ളവർക്ക് കിട്ടായിരിക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു സന്മാതൃക, ഇതും പ്രധാനപ്പെട്ട ഇടയൻ കൊടുക്കേണ്ട ഒരു സന്മാതൃകയാണ്. പല കാര്യങ്ങളിലും സന്മാതൃക നൽകേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യത്തിൽ. എനിക്ക് പ്രേക്ഷകരിൽ നിന്ന് ചില ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അച്ഛൻ. അതിൽ ഒരു ചോദ്യം ഇങ്ങനെയാണ്: എൻ്റെ പേര് സെബാസ്റ്റ്യൻ കുന്നുംപുറം, സ്ഥലം ഇരിട്ടി. യേശു ഒരു തച്ചൻ്റെ മകനായി കാലിത്തൊഴുത്തിൽ പിറന്നു. ചുങ്കക്കാരോടും പാപികളോടും കരുണ കാണിച്ചു. ലളിതമായ ജീവിതം നയിച്ചു. സ്വന്തം മൃതശരീരം അടക്കുവാൻ സ്വന്തമായി ഒരു കല്ലറ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ പ്രതിപുരുഷന്മാർ എന്ന് അവകാശപ്പെടുന്ന മെത്രാന്മാർ ചിലരെങ്കിലും ആഡംബര ജീവിതം നയിക്കുന്നതായി കാണപ്പെടുന്നു. അവർ വസിക്കുന്ന ഭവനം അരമന എന്ന് വിളിക്കപ്പെടുന്നു. വലിയ വിലപിടിപ്പുള്ള ആഡംബര കാറുകളിൽ യാത്ര ചെയ്യുന്നു. വാദ്യഘോഷങ്ങളും താലപ്പൊലിയേന്തിയ സ്ത്രീകളുടെയും കുട്ടികളുടെയും അകമ്പടി ഒക്കെ സ്വീകരിച്ച് വരവേൽപ്പ് സ്വീകരിക്കുന്നു. ഇതൊക്കെ യേശുവിൻ്റെ ചൈതന്യത്തിന് ചേർന്നതാണോ എന്നാണ് ഈ സെബാസ്റ്റ്യൻ കുന്നുംപുറം ചോദിക്കുന്നത്. അത് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ഇപ്പോഴും എന്നുള്ളതാണ്. അതായത് അതുകൊണ്ടാണ് ലളിത ജീവിതം, അതായത് യേശുക്രിസ്തുവിൻ്റെ ജീവിത ലാളിത്യം നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അവിടുന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായിട്ട് പരിഗണിക്കാതെ അവൻ ദാസൻ്റെ രൂപം ധരിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള മനോഹരമായിട്ടുള്ളൊരു കീർത്തനമുണ്ട്, ഒരു വിശ്വാസ കീർത്തനമാണ്. ഫിലിപ്പിയർ 2:5 മുതൽ. അതെ, 5 മുതൽ മനോഹരമായിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് താഴ്ത്തി എല്ലാ നാമങ്ങളേക്കാൾ ഉപരിയായിട്ടുള്ള നാമം അവന് നൽകപ്പെട്ടു എന്നുള്ളതാണ്. സ്വയം വിനീതനായിട്ട് ജീവിച്ച കർത്താവ് ശിഷ്യന്മാർ വെളിപ്പെടുത്തുകയും ചെയ്തു. മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ഒരു ലാളിത്യത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ക്രിസ്തു ശിഷ്യരും, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരെന്ന് പറയപ്പെടുന്നല്ല, പ്രതിപുരുഷന്മാരാണ് നമ്മൾ വൈദികർ മെത്രാന്മാരൊക്കെ, അതുകൊണ്ട് പറയപ്പെടുന്ന എന്നുള്ളതിൽ ഒരു ചെറിയ തിരുത്തുണ്ട്. പ്രതിപുരുഷന്മാരായിട്ടുള്ള വൈദികർ, മെത്രാന്മാർ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ലളിത ജീവിതമാണ് വാസ്തവത്തിൽ. ആ ലാളിത്യം അത് അവരുടെ പരിശീലനത്തിൽ, വൈദികരുടെ പരിശീലനത്തിൽ എങ്ങനെ അവർ ജീവിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ രൂപീകരണം, ഫോർമേഷനും ഒക്കെ ഉണ്ട് വാസ്തവത്തിൽ. പക്ഷേ ചുരുക്കമായിട്ടെങ്കിലും ഒക്കെ ഇങ്ങനെ ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു ആർഭാട ജീവിതത്തിലെ ലക്ഷറീസ് ലൈഫിലേക്ക് പോകുന്ന ചുരുക്കം ചില ആളുകളുണ്ട് എന്നുള്ളത്. അതാണ് വാസ്തവത്തിൽ ഇതുപോലെയുള്ള ഒരു വിമർശനത്തിന് ഒരു കാരണമായി തീരുന്നുള്ളൊരു കാര്യമാണ്. അപ്പം പണ്ടൊക്കെ അങ്ങനെ നമ്മൾ ബിഷപ്സ് ഹൗസ് എന്നൊക്കെ പറയുന്ന, ബിഷപ്സ് പാലസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, അരമന, അങ്ങനെയൊക്കെയാണ് വന്നത്. അതുതന്നെ ഒരു ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഒരു സുഖലോലുപതയിലൊക്കെ ജീവിക്കുന്ന, അരമന കൊട്ടാരങ്ങളിൽ വസിക്കുന്നവരെ ആഡംബര ജീവിതം എന്നൊക്കെ ഉള്ള ഒരു അർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാകും. ഇങ്ങനെ. പക്ഷേ ഇവിടുത്തെ ജീവിക്കുന്ന ആളുകൾ വൈകുന്നേരമൊക്കെ കഞ്ഞി കുടിച്ചും ചമ്മന്തി കഴിച്ചും ചെറുപയർ കഴിച്ചും ഒക്കെ കഴിയുന്ന ഒരു പിതാക്കന്മാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവിടെ അരമനയിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരമാണ് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയും പയറും ഉള്ളെന്ന് പറയും. ആ ലാളിത്യം നയിക്കുന്നവരുണ്ട് നമ്മൾ മറ്റ് പറയുന്നത്. അതേസമയം ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടതായിട്ടുള്ള, ഇന്നത്തെ കാലത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ശുശ്രൂഷ നിർവഹണത്തിന് സഹായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിതാക്കന്മാർക്ക് വേണ്ടതാണ് വാസ്തവത്തിൽ. ഒരു കാറ് തീർച്ചയായിട്ടും ആവശ്യമാണ്. ഇതിനകത്ത് സംശയത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ വിലപിടിപ്പുള്ള എന്നിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വേണമെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. അവിടെയാണ് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ആരെയാണ് നമ്മൾ പിഞ്ചെല്ലുന്നത് എന്നുള്ളത് ഓർമ്മിക്കേണ്ട, സ്വയം ഓർക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. സ്വയം ഓർക്കുകയും മറ്റുള്ളവരിതൊക്കെ കാണുന്നുണ്ടെന്ന് കൂടെ നമ്മൾ മനസ്സിലാവും. അവിടെ നമ്മുടെ ആധികാരികതയ്ക്ക് ഒരല്പം കുറവ് വരുന്നുണ്ടെന്നുള്ളതാണ്. അല്ല, കാറ് എന്ന് പറയുന്ന ഒരു ലക്ഷറി അല്ല, പക്ഷേ ലക്ഷറിയസ് കാറാകുമ്പോൾ കാര്യം മാറി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അതൊക്കെ ചെറിയ കാര്യം. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ സാമാന്യവൽക്കരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഇതുപോലെ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷേ 1-2 സംഭവങ്ങളായിരിക്കാം.
പക്ഷേ അത് ജനറലൈസ് ചെയ്യപ്പെടുകയാണ്, സാമാന്യവൽക്കരിക്കപ്പെടുകയാണ്. അപ്പോൾ അതും ഇങ്ങനെയുള്ളത് തിരുത്തുകയൊക്കെ ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ സഭയുടെ ഒരു സമീപനം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം പറയുമ്പോൾ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ ലിംബുർഗ്, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ലിംബുർഗ് എന്ന രൂപതയിൽ, ജർമ്മനിയിലെ ലിംബുർഗ് എന്ന രൂപതയിലെ ബിഷപ്സ് ഹൗസ് അത് ഒന്ന് നവീകരിക്കാനായിട്ട് തീരുമാനിച്ചു. തീരുമാനത്തിന് അംഗീകാരവും ലഭിച്ചു എന്നുള്ളതാണ്. അതിന് ഇത്ര 10,000 യൂറോ ആകും എന്ന ഒരു കണക്കും വെച്ചു. പക്ഷേ പണിയൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വലിയ തുക, പറഞ്ഞതിനേക്കാളും ഒക്കെ ഉപരിയായിട്ടുള്ളൊരു തുക അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുകയും ഒരു ആഡംബരമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ നവീകരണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് വിശ്വാസികളുടെ ഇടയിൽ ഒരു ഉതപ്പിന് കാരണമായി, അവരുടെ ഇടയിൽ സംസാരമായി. അപ്പോൾ ഈ കാര്യം അത് വത്തിക്കാനെ അറിയിച്ചു. വത്തിക്കാൻ അതേക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആഡംബരമായിട്ടുള്ള രീതിയിലാണ് നവീകരിച്ചതെന്നും അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ലെന്നും അതൊരു ഉതപ്പായിരുന്നെന്നും ഒരു മനസ്സിലാക്കിയിട്ട് അതിനൊരു നടപടിയെടുത്തു. എന്താണ് നടപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊരു പ്രവർത്തനം നടത്തിയ, അതിന് നേതൃത്വം കൊടുത്തിയ രൂപതാധ്യക്ഷനെ അവിടെ നിന്ന് മാറ്റി വത്തിക്കാനിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പം സഭ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളോട് അംഗീകരിക്കുന്നില്ല, യോജിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നടപടി എടുക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഒരു കാര്യമാണ്. പക്ഷേ അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒരു കാര്യം അങ്ങനെ വരുമ്പം അതവിടെ ഓരോരുത്തരുമാണ് വാസ്തവത്തിൽ തീരുമാനിക്കുന്നത്. ഞാൻ ആരാണ്, എൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ ആരാണ്, ഞാൻ ആരെ പ്രതിനിധാനം ചെയ്യുന്നു, എൻ്റെ വിളി എന്താ, ഞാൻ എങ്ങനെ ജീവിക്കേണ്ടവനാണ്, ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് ദേവാലയങ്ങൾ തന്നെ കോടികൾ മുടക്കി, 5 കോടി 10 കോടിയൊക്കെ മുടക്കി ദേവാലയങ്ങൾ പണിയുന്നത് പോലും ഒരു ആഡംബരത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ലേ? അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതല്ലേ? അതായത് ഓരോ ഇടവക ദേവാലയങ്ങൾ ഒന്ന് പുനർനിർമ്മിക്കുകയോ, ചിലപ്പം ചെറിയ ദേവാലയങ്ങളായിരിക്കും, അത് പുനർനിർമ്മിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ അല്ലെങ്കിൽ ചില നവീകരണങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇടവകയിൽ നിന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു സജഷൻ വരും. പക്ഷേ ഇതിൻ്റെ അവസാനം അതിന് അംഗീകാരം നൽകുന്നത് രൂപതാ കേന്ദ്രത്തിൽ നിന്നാണ്. വാസ്തവത്തിൽ രൂപതാ കേന്ദ്രം ഇത് ഇടവകയിൽ നിന്ന് അതിങ്ങനെയുള്ള ഒരു പ്രപ്പോസൽ വരുന്നു. അവർക്ക് 5 കോടിയോ 10 കോടിയോ 20 കോടിയോ ഒക്കെ മുടക്കാനായിട്ടുള്ള പൈസ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത് ആവശ്യമാണോ? കുറച്ച് വർഷങ്ങളൊക്കെ മുൻകൂട്ടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ഇത് ഇപ്പം അല്ലെങ്കിൽ ഒരു 20 കൊല്ലത്തിനുള്ളിൽ 25 കൊല്ലത്തിനുള്ളിൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ദേവാലയം എന്നുള്ളതാണ്. അതും നമ്മുടെ ലക്ഷറി, നമ്മുടെ ആഡംബരം അത് കാണിക്കേണ്ടത്, വെളിവാക്കേണ്ട ഒരു കാര്യമല്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചിലയിടത്ത് സംഭവിക്കുന്നുണ്ട്, അവിടെയുമൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഉള്ളൊരു ശ്രദ്ധ വാസ്തവത്തിൽ വേണ്ടതാണ്. നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ പക്ഷേ പ്രയോഗത്തിൽ ഇതിലൊരു നിയന്ത്രണം വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാറ് ഇങ്ങനെ ഈ ആളുകളുടെ ഇടയിൽ വിശ്വാസികളോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, ഈ കാര്യം അറിയാം. കാരണം ആളുകളുടെ ഈ കാര്യത്തിലെ ആളുകളുടെ ഒരു അസ്വസ്ഥത കേൾക്കുന്നതാണ് ഞാൻ പലപ്പോഴും. കാരണം ഞങ്ങൾ താമസിക്കുന്ന ചുറ്റുപാടിലൊക്കെ കാണുന്നതാണ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇത് ആവർത്തിക്കരുതെന്ന് പറയുമ്പോഴും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് നിയന്ത്രണമില്ല എൻ്റെ അർത്ഥം. സഭയുടെ അധികാരികൾക്ക് ഇവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിക്കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ ആ പണം അത് കുറച്ച് സ്വരൂപിച്ച് നല്ല നന്മ പ്രവൃത്തികളിലേക്ക്, കാരുണ്യ പ്രവൃത്തികളിലേക്ക് നമ്മളത് ചാനൽ ചെയ്തുകൂടെ എന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന ഇടവക ജനം അല്ലെങ്കിൽ ഇങ്ങനെ മറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വീണ്ടും ഉത്തരവാദിത്തപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുക. നമുക്ക് ഈ വിഷയത്തെ ഇത്രയും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ 1-2 കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അപ്പസ്തോലന്മാരുടെ പിൻഗാമികളായിട്ടുള്ള മെത്രാന്മാർ, അവരുടെ ദൗത്യം പ്രധാനമായിട്ടും ആത്മീയ ദൗത്യമാണ്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളുടെ സംരക്ഷണമാണ്. അവരെ വളർത്തുക,
സംരക്ഷിക്കുക, പരിപാലിക്കുക, അവസാനം അവരെ നിത്യജീവിതത്തിലേക്ക് വളർത്തുക എന്നുള്ളതാണ് അവിടെ എത്തിച്ചേരത്തക്ക വിധത്തിൽ. അത് പ്രധാനമായിട്ടും 3 ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് അതിൽ ഒന്നാമത്തേത് സുവിശേഷ പ്രഘോഷണം, പ്രബോധിപ്പിക്കുക. രണ്ടാമത്തത് വിശുദ്ധീകരിക്കുക, കുദാശകളുടെ പരികർമ്മം വഴി പ്രത്യേകിച്ച് വിശുദ്ധ ബലി അർപ്പണത്തിലേക്ക് ആളുകളെ, വിശ്വാസികളെ ആകർഷിക്കുകയും ആത്മീയമായിട്ടുള്ള അനുഭവമായിട്ട് മാറ്റത്തക്ക വിധത്തിൽ ബലിയർപ്പിക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നതും വഴിയായിട്ട്. മൂന്നാമത്തത് ദൗത്യം ആയിട്ട് നമ്മൾ കാണുന്നത് നയിക്കുക എന്നുള്ളതാണ്, ഒരു പരിപാലിക്കുക, ഇടയ ദൗത്യമാണ്. ഈ 3 ദൗത്യങ്ങളും സഭയിൽ മെത്രാന്മാർ നിർവഹിക്കുന്നത് അവർക്ക് തന്നെ പൂർണ്ണമായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കില്ല. അത് വൈദികരുടെ സഹായത്തിലാണ്. അപ്പോൾ ഒരു കാര്യവും കൂടി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. മെത്രാന്മാരുടെ അവരുടെ ഈ ഉപയോഗിക്കുന്ന അംശവടി, തൊപ്പി, മോതിരത്തിനൊക്കെ അതിൻ്റെ എന്താണ് പൊരുൾ, എന്താണ് അതിൻ്റെ? അത് സാർ ചോദിച്ചത് നന്നായി. കാരണം ഇത് പലരുടെയും സംശയമാണ്. അപ്പോൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു അധികാരത്തെക്കുറിച്ചുള്ള ഒരു ഇതാണ്, സങ്കല്പമാണ്, അതിൻ്റെ ഒരു പ്രതീകമാണെന്നുള്ളൊരു ഓർമ്മിപ്പിക്കുകയാണ്. അത് ഭാഗികമായിട്ട് ശരിയാണ്. ഉദാഹരണമായിട്ട് തൊപ്പി എന്ന് പറയുന്ന തൊപ്പി ഒരു കിരീടം എന്നുള്ള ഒരു അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അധികാരമാണ്. പക്ഷേ ഈ അധികാരം എന്ന് പറയുന്നത് ആത്മീയ അധികാരമാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസികളുടെ മേലുള്ളൊരു അധികാരം എന്ന് പറയുന്നത് ആത്മീയ അധികാരം മാത്രമേ ഉള്ളൂ ഒരു കാര്യം. അപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് കർത്താവ് പറയുന്നത്. അപ്പോൾ ഒരു ആത്മീയ അധികാരമാണ്. ആത്മാക്കൾക്ക് ഉള്ള ആത്മാക്കളെ സംരക്ഷിക്കുക, ആത്മാവിനെ വളർത്തുക എന്നുള്ള ഒരു കാര്യമാണ്, വിശ്വാസത്തിൽ വളർത്തുക എന്നുള്ളൊരു കാര്യമാണ്. അത് അതിനെ നയിക്കുക, നിയന്ത്രിക്കുക എന്നൊക്കെയുള്ള ഒരു ഉത്തരവാദിത്വമാണ്. ആ ആത്മീയ അധികാരത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ തൊപ്പി. പുത്രന്മാർ ചെയ്യുന്ന പിതാക്കന്മാർ ധരിക്കുന്ന തൊപ്പി, അത് സിംബോളിക്കാണ്. അതുപോലെ തന്നെ വടി, അതൊരു വളഞ്ഞ വടിയാണ് വാസ്തവത്തിൽ അതിൻ്റെ അഗ്രം ധരിക്കുന്നത്. അത് ഇടയന്മാരുടെ വടിയാണ് വാസ്തവത്തിൽ. അതവർ ഇടയന്മാരെ ഈ വടിയുടെ അടുക്കള അടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൊരു അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയന്മാർ കയ്യിൽ കൊണ്ടുപോകാൻ നടക്കുന്ന വടി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിന് ഒരുമിക്കുക, അതിനെ പരിപാലിക്കുക, സംരക്ഷിക്കുക എന്നാണ്. ചിതറിപ്പോകുന്നുണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ്. അത് ഇടയ ദൗത്യം ഓർമ്മിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ പരിപാലിക്കുക, സ്നേഹ ശുശ്രൂഷ ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് ഈ അംശവടി കൊണ്ട് ഉദ്ദേശിക്കുക. മോതിരം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, അതായത് യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാണ് സഭ. സഭയോടുള്ള യേശുവിൻ്റെ സ്നേഹവും സമർപ്പണവും വിശ്വസ്തതയും ഓർമ്മിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ. ഇതുപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഒരു മെത്രാൻ, അദ്ദേഹത്തിൻ്റെ ഈ മോതിരം ഓർമ്മിപ്പിക്കുന്ന സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധവും സഭയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും അദ്ദേഹത്തെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ ആ മോതിരം. ആ സ്നേഹബന്ധവും വിശ്വസ്തതയും ഓർമ്മിപ്പിക്കുന്നതാണ് ആ മോതിരം. പ്രത്യേകിച്ച് വേറൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു രൂപതയെ വെഡ്ഡി ചെയ്യുന്നു എന്നുള്ളവരാണ്. ആ ഒരു അർത്ഥത്തിലൂടെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ആ അർത്ഥത്തിൽ. പക്ഷേ അത് കൂടുതൽ ആ അർത്ഥം വരുന്നില്ല. കാരണം ഇപ്പം മെത്രാന്മാർ രൂപതകൾ മാറി മാറി വരുന്നു എന്നുള്ള കാര്യമാണ്. ഇതാണ് എനിക്കതേക്കുറിച്ച് പറയാൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് മെത്രാന്മാരുടെ ദൗത്യത്തിൽ അവസാനത്തെ ദൗത്യമായ നയിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു. ആ വിഷയത്തിൽ വിശുദ്ധ പത്രോസ് അപ്പസ്തോലൻ്റെ ലേഖനത്തിലൂടെ നമ്മൾ കേട്ടു, ദൈവം ക്രിസ്തു തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ അജഗണത്തെ, പരിശുദ്ധാത്മാവിനാൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തെ വളരെ ശ്രദ്ധയോടുകൂടെ സ്നേഹത്തോടുകൂടെ പരിപാലിക്കണമെന്നൊക്കെ നമ്മൾ കേട്ടു. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അടുത്ത എപ്പിസോഡിൽ കേൾക്കുന്നതാണ്. ഇത്രയും സമയം നമ്മളുമായിട്ട് ഈ കാര്യങ്ങൾ പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നിങ്ങളുടെ പേരിൽ ഒത്തിരി നന്ദി അർപ്പിക്കുന്നു.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കത്തെഴുതുമ്പോൾ കോണ്ടാക്റ്റ് ഫോൺ നമ്പർ തരണമെന്ന് അവിടെ കാണിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. വീണ്ടും ഒരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.